പുണ്യാത്മാക്കളെ നമസ്കാരം. സമവൃത്തി പ്രാണായാമം എന്നത് ശ്വാസത്തിന്റെ തുല്യതയും താളവും പുനഃസ്ഥാപിക്കുന്ന ഒരു അത്ഭുതകരമായ പ്രാണായാമ രീതിയാണ്. സമ എന്നത് തുല്യമെന്നർത്ഥവും വൃത്തി എന്നത് പ്രവൃത്തി അല്ലെങ്കിൽ ചലനമെന്നർത്ഥവുമാണ്. അതുകൊണ്ട് സമവൃത്തി എന്നു പറയുമ്പോൾ അതിന്റെ അർത്ഥം ശ്വാസത്തിന്റെ എല്ലാ ഘട്ടങ്ങളും തുല്യമായിരിക്കുക എന്നാണ്. ഈ പ്രാണായാമത്തിൽ ശ്വസനം 4 തുല്യഭാഗങ്ങളായി വിഭജിക്കപ്പെടുന്നു. ശ്വസനം, ആന്തരിക നിലനിർത്തൽ, ശ്വാസം പുറത്തുവിടൽ, ബാഹ്യ നിലനിർത്തൽ. എല്ലാ ഘട്ടങ്ങളും തുല്യദൈർഘ്യത്തോടെയാണ്, അതായത് 1:1:1:1 എന്ന അനുപാതത്തിൽ. ഈ തുല്യത ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സമത്വം നൽകുന്നു. ഒരു സുഖകരമായ സ്ഥാനത്തിരിക്കുക. ശരീരത്തെയും മനസ്സിനെയും മുഴുവൻ വിശ്രമത്തിലാക്കുക. സ്വാഭാവികമായ ശ്വസനത്തെക്കുറിച്ച് ബോധവാനാകുക. അതിന്റെ താളം ശ്രദ്ധിക്കുക. ഇപ്പോൾ യോഗാശ്വസനം അഥവാ യോഗിക് ബ്രത്ത് ആരംഭിക്കുക. ശ്വസിക്കുമ്പോൾ 4 വരെ എണ്ണുക. ശ്വാസം പിടിച്ചു നിർത്തുമ്പോൾ 4 വരെ എണ്ണുക. ശ്വാസം പുറത്തുവിടുമ്പോൾ 4 വരെ എണ്ണുക. ഈ രീതിയിൽ കുറച്ചു മിനിറ്റ് തുടരുക. ശ്വാസം പുറത്തുവിട്ടതിനു ശേഷം വീണ്ടും 4 വരെ എണ്ണി ശ്വാസമെടുക്കാതെ പിടിച്ചു നിർത്തുക. ഓരോ റൗണ്ടിനുമിടയിൽ കുറച്ച് സാധാരണ ശ്വസനം നടത്തുക. 11 റൗണ്ടുകൾ വരെ ഈ രീതിയിൽ പരിശീലിക്കുക. ശാന്തതയും സമത്വവുമുള്ള ശ്വസനം പാലിക്കുക. ടെക്നിക് 2. ഇപ്പോൾ മനസ്സിൽ ഒരു ചതുരം സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ശ്വസനം ഈ ചതുരത്തിന്റെ ചുറ്റും സഞ്ചരിക്കുന്നതായി കാണുക. ശ്വസിക്കുമ്പോൾ ചതുരത്തിന്റെ ഇടതുവശം മുകളിലേക്ക് കയറുന്നതുപോലെ, ആന്തരികമായി പിടിച്ചു നിർത്തുമ്പോൾ മുകളിലൂടെ ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് നീങ്ങുന്നതുപോലെ, ശ്വാസം പുറത്തുവിടുമ്പോൾ വലതുവശം താഴേക്ക് ഇറങ്ങുന്നതുപോലെ, ബാഹ്യമായി പിടിച്ചു നിർത്തുമ്പോൾ ചതുരത്തിന്റെ അടിയിൽ വലത്തുനിന്ന് ഇടത്തോട്ട് നീങ്ങുന്നതുപോലെ. ഇതോടെ ഒരു പൂർണ്ണ റൗണ്ട്. 11 റൗണ്ടുകൾ വരെ ഈ രീതിയിൽ പരിശീലിക്കുക. ശേഷം ക്രമേണ 21 റൗണ്ടുകൾ വരെ വർദ്ധിപ്പിക്കുക. ക്ഷീണമില്ലാതെ 21 റൗണ്ടുകൾ പൂർത്തിയാക്കാൻ കഴിയുമ്പോൾ എണ്ണം 4-ൽ നിന്ന് 5, പിന്നെ 6 എങ്ങനെ 10:10:10:10 വരെ ക്രമേണ വർദ്ധിപ്പിക്കുക. പരിശീലനക്കുറിപ്പ്: ഈ പ്രാണായാമം ചെയ്യുമ്പോൾ യാതൊരു ബലം പ്രയോഗിക്കരുത്. ശ്വാസം പിടിച്ച് അമിതമായി നീട്ടാൻ ശ്രമിക്കരുത്. തലകറക്കം, ശ്വാസതടസ്സം, ബോധക്ഷയം എന്നിവ തോന്നിയാൽ ഉടനെ പരിശീലനം നിർത്തുക. ശ്വാസത്തിന്റെ ദൈർഘ്യം ദിവസങ്ങളോ ആഴ്ചകളോ ഇടവിട്ട് സാവധാനം വർദ്ധിപ്പിക്കുക. ഓരോ ഘട്ടവും ശരീരത്തിനും ശ്വാസകോശങ്ങൾക്കും ഇണങ്ങാൻ സമയം അനുവദിക്കുക. സുഖകരമായി പരിശീലനം സാധ്യമായ ഘട്ടം വരെ മാത്രമേ മുന്നോട്ടു പോകാവൂ. സമവൃത്തി പ്രാണായാമത്തിന്റെ ഗുണങ്ങൾ: ശരീരത്തിനും മനസ്സിനും തുല്യതയും ശാന്തതയും നൽകുന്നു. ശ്വാസനിയന്ത്രണം മെച്ചപ്പെടുത്തുന്നു. ഏകാഗ്രതയും മനോശാന്തിയും വർദ്ധിപ്പിക്കുന്നു. പ്രാണായാമത്തിന്റെ ആഴത്തിലുള്ള ഘട്ടങ്ങൾക്കായി ശരീരം തയ്യാറാക്കുന്നു. സമവൃത്തി പ്രാണായാമം ശ്വസനത്തിന്റെ സമത്വത്തിലൂടെ ബോധത്തിന്റെ സമത്വത്തിലേക്ക് നയിക്കുന്ന വഴിയാണ്. പുണ്യാത്മാക്കളെ, നല്ല ഒരു യോഗഗുരുവിൽ നിന്നും പ്രാണായാമം അഭ്യസിക്കുന്നത് നല്ലതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.